ഹലോ ഗൈസ്, സോ ദിസ് ഈസ് മൈ പാർട്ട് 2 വീഡിയോ. ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് GD മ്യൂസിയത്തിലേക്കാണ്. ഈ മ്യൂസിയം വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് കാറിൻ്റെ സെക്ഷനും പിന്നെ ഒന്ന് സയൻസ് മ്യൂസിയം ആണ്. കാറിൻ്റെ സെക്ഷനിൽ നിങ്ങൾ ഭയങ്കര കാർ ക്രേസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ദോസ് കാർസ് ആർ റിയലി ബ്യൂട്ടിഫുൾ. ആൻഡ് നിങ്ങളെല്ലാം കണ്ടിട്ടൊരു സിനിമ ഉണ്ടാവുമല്ലോ, കാറിന് GM വെച്ചിട്ടുള്ള ഒരു റേസിംഗ് കാറിൻ്റെ സിനിമ ഹെർബി. ആ കാറിന്റെ മോഡൽ വരെ അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് യു നോ വൺ തിങ് ഐ നോട്ടീസ് ദെയർ, ഞാനിങ്ങനെ എണ്ണി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അതിൽ 5 or 6 കാറുകൾ കേരളത്തിൽ നിന്നുള്ളതാണ്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, പണ്ടത്തെ കേരളത്തിലുള്ളവർക്കും ഭയങ്കര സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു. നമ്മൾ ഓരോരോ കാർ നോക്കുമ്പോൾ ഇങ്ങനെ വിചാരിച്ചു, ഇങ്ങനെയും കാർ ഉണ്ടാക്കാല്ലേ എന്ന്. അത്രയധികം മോഡലും പല രീതിയിലാണ് കാറുകളുടെ ഓരോ ഡിസൈൻ. എന്തായാലും ഒരു സെക്കൻഡ് പോലും എനിക്ക് അവിടെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് ബോറടിച്ചിട്ടില്ല. ആൻഡ് ദിസ് വൺ ഷീ ലുക്ക് സോ പ്രിറ്റി. ആൻഡ് അവളുടെ 2 ഉണ്ടക്കണ്ണെല്ലാം കണ്ടപ്പോൾ എനിക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അടിച്ചു. എനിക്ക് കോടതിയിലൊരു പെറ്റീഷൻ കൊടുക്കണമെന്നുണ്ട്, ഇതേപോലത്തെ പണ്ടത്തെ കാർ ഡിസൈൻസ് ഉള്ള തിരിച്ചു വീണ്ടും കൊണ്ടുവരണം. ആൻഡ് എനിവേ ഞങ്ങളവിടെ ഫുള്ള് കറങ്ങി കിടന്നു, ഒരു കാർ പോലും വിടാതെ എല്ലാത്തിനെയും വായി നോക്കി നേരെ സയൻസ് മ്യൂസിയത്തിലേക്ക് കടന്നു. And in my opinion, science museum is really good. But still അവർ വാണ്ടഡ് ആയിട്ടുള്ള തിങ്സും വെച്ചിട്ടുണ്ട്, അതുപോലെ കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളും അവിടെ ഇതേപോലെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഫീസ്റ്റ് ടു ഐസ്. നമുക്ക് ഇങ്ങനെ നോക്കി പോകുമ്പോൾ നല്ല രസം ഉണ്ടാകും. ഇപ്പോൾ ഒരു ജനർ വൈസ് നോക്കുകയാണെങ്കിൽ അവർ പല ജനേഴ്സിലുള്ള സാധനങ്ങൾ അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. മ്യൂസിക്കൽ ആയിക്കോട്ടെ, ആർക്കിടെക്ചർ ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രഫി, അതുപോലെ ആർട്സ്, എവറിത്തിങ് ഈസ് ദെയർ. And I think it was fun, really fun. അതേപോലെ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. യെസ്, നിങ്ങൾ തോമസ് എഡിസന്റെ ഒറിജിനൽ വോയിസ് ആണ് ഇപ്പോൾ കേട്ടത്. ഹാപ്പി ആയില്ലേ? ആൻഡ് ദിസ് തിങ് ഈസ് തെർമൽ ഇമേജർ. അങ്ങനെ പിന്നെ കുറേ സ്ഥലത്തെല്ലാം നടന്ന് കറങ്ങി എല്ലാ സെക്ഷനും കവർ ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. അടുത്ത് ഞങ്ങൾ പോകുന്ന സ്ഥലമാണ് റേസ് കോഴ്സ്. അവിടെ നൈറ്റ് ലൈഫ് നല്ല രസമായിരിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയതാണ്. പക്ഷെ ആക്ച്വലി അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് കൂടുതലും എക്സസൈസിനും അതേപോലെ തന്നെ ഈവനിങ് ഔട്ടിങ്ങിനൊക്കെ വേണ്ടിയാണ് ആളുകൾ അവിടെ വരുന്നത്. നമ്മുടെ ഡോറയുടെ പ്രയാണം സ്റ്റാർട്ട് ചെയ്യുന്നത് Zone 1 നിന്നാണ്. Zone 2 പകുതി ആയപ്പോഴേക്കും ഞങ്ങളുടെ മുട്ടുകാലെല്ലാം ഗിവപ്പ് ചെയ്തു. And we saw another cutie today. നല്ല ചുള്ളൻ ചെക്കനാണ്, അങ്ങോട്ടും പോയി ഇങ്ങോട്ടും അതേ എനർജിയിലാണ് അവൻ നടക്കുന്നത്. 4th നോട്ട്, ഞങ്ങളൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ വിശന്ന് പൊരിഞ്ഞാണ് ഞങ്ങൾ Zone 4ലേക്ക് എത്തിയത്. ആദ്യം കണ്ട കടയിൽ തന്നെ കയറി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയാൽ നമ്മളിനി അടുത്ത ചെയ്യേണ്ട കാര്യം, യെസ്, ഇറ്റ്സ് ടീ ടൈം. സ്റ്റാർട്ടിങ്ങിൽ നടന്ന് കുറച്ച് ബാഡ് അടിച്ചെങ്കിലും ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് റേസ് കോഴ്സ്. ഇവിടുന്ന് വീണ്ടും നടക്കാനുള്ള അവധിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ റാപ്പിഡോ ബുക്ക് ചെയ്താണ് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് പോയത്. സോ ഗാന്ധിപുരം ചെന്ന പാടെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് സേലത്തേക്ക് 1-to-1 ബസ് കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് ഉജ്ജ്വലിനെ തള്ളിക്കയറ്റി പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഒരു ദിവസം മൊത്തം ഇട്ട് നടത്തിക്കുകയായിരുന്നു. ഇവിടം കൊണ്ടൊന്നും തീർന്നിട്ടില്ല. വഴിയോരത്തൊരു ഫാൻസി സ്റ്റോർ കണ്ടപ്പോൾ അവിടെ കയറി 2 ബണ്ണി ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടമായപ്പോൾ ഞങ്ങൾ അതിങ്ങ് കട്ടെടുത്തിട്ട് വന്നു ശ്രീനാഥിന് വേണ്ടി, ബിക്കോസ് പൂക്കി ലൈക്സ് ഇറ്റ്. തിരിച്ച് PGയിലേക്ക് കയറിയ ബസ്സാണെങ്കിൽ സീറ്റും കിട്ടി, മാത്രമല്ല ലേഡീസിന് ഫ്രീ ആണ്. കുറച്ചുകൂടെ എക്സ്ട്രാ സന്തോഷം. എപ്പോൾ ഗാന്ധിപുരം എത്തിയാലും ഞാൻ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്ന ബസ്സാണ് ഫ്രീ ബസ്. ആൻഡ് ദി ഡേ വൈൻഡ്സ് അപ്പ്. ഞങ്ങൾ നേരെ PGയിലേക്ക്. ഭയങ്കര ടയർഡായിട്ടാണ് ഞങ്ങൾ PGയിലെത്തിയത്. എന്നാൽ ഞാൻ പോയിട്ട് വരാം. ബൈ.